ശരി. ഈ ന്യായ് യാത്ര ഈ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് തുടങ്ങിയത്. ജനുവരി 14-ന് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് തുടങ്ങുന്നതിൽ തന്നെ ഒരു കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് തുടങ്ങി 63 ദിവസം പിന്നിട്ടുകൊണ്ടാണ് ഈ യാത്ര ഇന്നിപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഈ മുംബൈ ശിവാജി പാർക്കിലെ മെഗാ റാലിയിലുള്ള എത്തിയിരിക്കുന്ന വലിയ ജനസഞ്ചയം എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അവിടെ എത്തിയിരിക്കുന്ന നേതാക്കൾ ശരത് പവാർ, എം.കെ. സ്റ്റാലിൻ, ശംബേ സോറൻ, മെഹബൂബ മുഫ്തി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഫറൂഖ് അബ്ദുള്ള, ഡി.കെ. ശിവകുമാർ, രേവന്ത് റെഡ്ഡി, ഉദ്ധവ് താക്കറെ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നൊക്കെയാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും കൂടാതെയുള്ള നേതാക്കൾ. അപ്പോൾ ആ ഒരു വലിയ കൂട്ടായ്മ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും ഈ ചർച്ച നടത്തിയിട്ടുണ്ട്. ന്യായ് യാത്ര ഇപ്പോൾ ആവശ്യമായിരുന്നു. കോൺഗ്രസിന് പലപ്പോഴും പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനൊരു യാത്രയാണോ നടത്തേണ്ടിരുന്നത്? അങ്ങനെ ഒറ്റയ്ക്ക് നടത്തുന്ന യാത്രയ്ക്ക് പകരം ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലുള്ളൊരു യാത്രയായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഫലപ്രദമായിരുന്നേനെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു മിനിയേച്ചറാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. ആ രൂപത്തിൽ നേതാക്കൾ വന്നു നിൽക്കുന്നു എന്നുള്ളത് ഒരു ശക്തി പ്രകടനമായി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ച് വിട്ടുന്നതിനും CPA സംബന്ധിച്ച് വിട്ടുന്നതിനും കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ സിറ്റിംഗ് MP ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതേസമയം കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് CPM സീറ്റ് പിടിച്ചെടുക്കാനാണ് എന്നൊരു കാര്യം ഇടത് നേതാക്കൾ പറഞ്ഞു, പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് വാർത്തയായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിൽ അത് വിശദീകരിക്കാൻ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ CPM-ന് അങ്ങനെ ഒരു ന്യായം പറയാം. നേരത്തെ സീതാറാം യെച്ചൂരി, കാരാട്ട് അടക്കമുള്ള നേതാക്കളെ ക്ഷണിച്ചെങ്കിലും അവർ റാലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. നേരത്തെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അന്ന് രാഹുൽ നടത്തിയ യാത്രയിൽ ഇവിടെ വലിയ പ്രതിഷേധങ്ങളും പരിഹാസങ്ങളൊക്കെ CPM നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ആ യാത്രയെ വലിയ രൂപത്തിൽ ശ്ലാഘിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് എന്നതും ഇന്ത്യ മുന്നണിയിൽ ആ രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുകയല്ല CPM, പുറത്തുനിന്നുള്ള പിന്തുണയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചൊരു ന്യായം അവർക്ക് മുന്നോട്ട് പറയാം. അതേസമയം എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെടും. പക്ഷേ കേരളത്തിലെ സാഹചര്യം എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. തമിഴ്നാട്ടിൽ അവിടുത്തെ CPM നേതാക്കളുടെ പ്രചാരണ പോസ്റ്ററുകളിൽ രാഹുൽ ഗാന്ധിയുടെ പടമാണ്. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പടം വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രമൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നുണ്ട്. അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി നിൽക്കും. അപ്പോൾ കേരളത്തിലെ സാഹചര്യം കൃത്യമായിട്ടും അത് പ്രധാനമായ പരിഗണനയായി എടുക്കേണ്ടി വരുമെന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. വലിയ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണോ എന്ന ചോദ്യം ഉയരുമ്പോഴും CPM-നെ സംബന്ധിച്ചും CPA സംബന്ധിച്ചും ഇപ്പോൾ ഒരു ന്യായമുണ്ട്, വിട്ടുന്നതിൽ അവർക്ക് ന്യായമുണ്ടെന്ന് പറയാം. പക്ഷേ സമാജ്വാദി പാർട്ടി കൃത്യമായ സഖ്യം, സീറ്റ് ധാരണയൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം പനിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അഖിലേഷ് യാദവ് പങ്കെടുക്കാത്ത, പക്ഷേ പനിയുണ്ട് അഖിലേഷ് യാദവിന് വിട്ടു നിൽക്കേണ്ടി വന്നാൽ ഒരു പ്രതിനിധി അയക്കാമായിരുന്നു. അങ്ങനെ ആ രൂപത്തിൽ ഒരു പ്രതിനിധി ഇല്ലാതിരുന്നത് മോശമായി പോയി എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. സുജിയ. Meet the editors.